സുന്ദരക്കുട്ടപ്പൻ വരുന്നു, ഒരുപാട് ചിരിക്കുന്നു. ബുദ്ധിബോധമില്ലാത്ത പ്രായമല്ലേ നിങ്ങളുടെ? അതായിരുന്നു ഞങ്ങളുടെ അഡ്വാൻറ്റേജ്. പിന്നെ അന്ന് ഇത്രയും മൊബൈൽ അഡിക്റ്റ് ഒന്നും അല്ലായിരുന്നല്ലോ ആരും. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. കാരണം അന്ന് ഈ D4 സമയത്ത് സീസൺ 2 മുതൽ യൂട്യൂബിൽ പോലും അവർ അപ്ലോഡ് ചെയ്ത് തുടങ്ങുന്നത്. ഇൻസ്റ്റാഗ്രാം ഒന്നും ഇല്ല അന്ന്. എന്നിട്ട് അപ്പൊ പിള്ളേര് ടെലിവിഷനിൽ കണ്ടിട്ട് അതെനിക്ക് ഞങ്ങൾക്ക് വളരെ സന്തോഷം. കാരണം നമുക്കായി കാത്തിരിക്കുമായിരുന്നു, 8 മണിയാവാൻ കാത്തിരിക്കും. സത്യം ഞാനൊക്കെ അയ്യോ ഞാൻ ഫുൾ എപ്പിസോഡ് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ ഒരു റിയാലിറ്റി ഷോ അഡിക്റ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഞാനൊന്നും മാത്രമല്ല നിങ്ങൾക്ക് കണ്ടന്റ് എപ്പോ വേണമെങ്കിലും കാണാലോ. നിങ്ങൾ കുത്തിരുന്ന് 8 മണിക്ക് വെയിറ്റ് ചെയ്യണ്ടല്ലോ. അതെ അതെ അതെ. ഇപ്പൊ ഞങ്ങൾ 8 മണിയാകുമ്പോൾ നിങ്ങളുടെ ആ ഒരു കോംബോ വരുമ്പോ വീട്ടിൽ തന്നെ നിങ്ങളുടെ പരസ്പര ഗിവ് ആൻഡ് ടേക്ക് ആയാലും നമ്മുടെ അടുത്ത് നമ്മുടെ ആരോ അവിടെ ഇരിക്കുന്ന പോലെയൊക്കെ തന്നെ നാച്ചുറൽ ആയിരുന്നു. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ആ ഒരു രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ട് അപ്പൊ ഒന്ന് സീനിയർ ആയി പേൾ ചേച്ചിക്ക് ഒന്നും അറിയില്ലാത്തതുകൊണ്ട് ആ നാച്ചുറൽ ആണ് എനിക്കൊന്ന് പ്രേക്ഷകർ എനിക്ക് തോന്നുന്നു കൂടുതൽ. ഞങ്ങൾ എല്ലാവരും വളരെ സുഹൃത്തുക്കൾ ഓഫ് സ്ക്രീൻ ആയിരുന്നു, അത് തന്നെയായിരുന്നു ഓൺ സ്ക്രീനിലും. അതാണ് ആൾക്കാർക്ക് ഇഷ്ടമായത്. ഈ D4 ഡാൻസിലെ ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ഏറ്റവും ഇമോഷണൽ ആയിട്ട് തോന്നിയത്? ഒന്നാമത് എന്താ അറിയോ, അതിന്റെ ഇമോഷൻസ് ഇപ്പൊ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാനത് പറയുന്നതിൽ ഇപ്പൊ അർത്ഥമില്ല. കാരണം ഇപ്പം എന്താണെന്നറിയോ, കുറെ പേർക്ക് അതിന്റെ ഇപ്പൊ എനിക്ക് ഇഷ്ടം പോലെ ഇമോഷണൽ സ്പേസുകൾ പറയാം, പക്ഷെ ഇപ്പൊ അതിന് പ്രസക്തി ഇല്ല. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നതിൽ അർത്ഥമില്ല. ആൻഡ് 200 എപ്പിസോഡ് ചെയ്തൊരു ഷോ അല്ലേ അത്, ഇഷ്ടംപോലെ മൊമെന്റ്സ് ഉണ്ട് അതില്. എന്താ പേൾ ചേച്ചി ഇപ്പം ആ ഒരു ടീം നിങ്ങളുടെ ഡാൻസേഴ്സ് ആയിട്ട് ഒരു ടീം തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അവരിൽ ആരൊക്കെ ആയിട്ട് ഇപ്പൊ കണക്ഷൻ ഉണ്ട്? ഏറ്റവും കൂടുതൽ കണക്ഷൻ കുക്കുമായിട്ടാണ്. കുക്കുമായിട്ട് എല്ലാവർക്കും അറിയാം. ബ്രദർ അന്ന് മുതലേ അങ്ങനെയായിരുന്നു, അവിടെയുള്ള ഷോ ഉള്ള സമയത്ത് മുതലേ അങ്ങനെയായിരുന്നു. ഒരുവിധം എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ് GPയുടെ വിവാഹ വാർത്ത പുറത്തു വന്നത്. ശരിക്കും എന്തുകൊണ്ടാണ് GP സ്വന്തം വിവാഹ വാർത്ത അത്രയും നാൾ എല്ലാവരോടും മറച്ചുവെച്ചത്? കാരണം എനിക്കൊരു ഉറപ്പുണ്ടായിട്ടാണല്ലോ മറ്റുള്ളവരോട് പറയാൻ പറ്റുള്ളൂ. അല്ല കാര്യമായിട്ട് അത് തന്നെയാണ് അതിന്റെ സിമ്പിൾ റീസൺ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അറേഞ്ച്ഡ് മാരേജ് ആണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടേതായിട്ടുള്ള സമയം എടുത്തു. ആ സ്റ്റേജസ് ഉണ്ടായിരുന്നു. അതിന്റെ ഒരു എലാബറേറ്റ് സാധനം ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു എൻ്റെ ചാനലിൽ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി. സോ അതന്നെയായിരുന്നു എൻ്റെ കാരണം. എന്ന് വെച്ചാൽ ഇതിനൊരു എഷുറൻസ് അല്ലെങ്കിൽ ഇതിനൊരു നമുക്കൊരു ക്ലാരിറ്റി വരുമ്പോഴല്ലേ നമ്മൾ, അല്ലെങ്കിൽ ഒരു എൻഗേജ്മെന്റ് പോലെ ഒരു ഒഫീഷ്യൽ സാധനം വരുമ്പോഴല്ലേ എല്ലാവരെയും അറിയിക്കുക. എൻഗേജ്മെന്റ് ആയപ്പോൾ തന്നെ ഞാൻ എല്ലാവരെയും അറിയിച്ചല്ലോ. അച്ഛനും അമ്മയും എല്ലാവരും കൂടിയുള്ള ഫോട്ടോ വെച്ചുകൊണ്ട് ഞങ്ങൾ എൻഗേജ്ഡ് ആണ്, കല്യാണത്തിന് വരണം. അതല്ലേ അതിന്റെ ഒരു നാട്ടുനടപ്പ്. ഇത്രയും ഇപ്പം GP ചേട്ടന് ഇതിന് മുന്നേ വിവാഹത്തിന് മുന്നേ എല്ലാ ഇന്റർവ്യൂസിലും തന്നെ ചോദിക്കാറ് എന്നാണ് GP കല്യാണം കഴിക്കണേ, GPയുടെ വധു ആരാന്നറിയാൻ ഞങ്ങൾക്ക് എക്സൈറ്റഡ് ആണ്. ഇതൊന്ന് D4 ഡാൻസ് തൊട്ട് 2 വർഷം കഴിഞ്ഞ് ആ ടൈമിൽ ഈ ചോദ്യമുണ്ട് കണ്ടിന്യൂസ് ആയിട്ട്. അപ്പം എന്താ പറയാ, അപ്പോഴൊന്നും ചെന്ന റിലേഷൻഷിപ്പ് അല്ല, കമ്മിറ്റഡ് അല്ല, വിവാഹത്തിന് പേരൻസ് നിർബന്ധിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് താല്പര്യമില്ല. അല്ലെങ്കിൽ ആ ഒരു എപ്പോഴാണ് ഗോപിക ഈസ് എ പെർഫെക്റ്റ് പാർട്ട്ണർ, അല്ല ഗോപികയിൽ തന്നെ ഓക്കെ അന്ന് ഗോപിക മതി എന്ന ആ ഒരു തോന്നൽ വരാൻ കാരണം എന്താ? 2 സ്റ്റേജസ് ഉണ്ടായിരുന്നു. ഒന്ന് ആദ്യം കണ്ടപ്പോ ഈ ഒരു ഇത് വന്നപ്പോ ഗോപികയെ ഞാൻ കാണാൻ പോയപ്പോ ഞാൻ താല്പര്യമില്ലാതെയാണ് കാണാൻ പോകുന്നത്. മേമയാണ് എൻ്റെ അച്ഛൻ്റെ പെങ്ങളും അവളുടെ അച്ഛൻ്റെ പെങ്ങളും കൂടിയിട്ടാണ് ഇത്. അവർ രണ്ടൊരു ഫ്രണ്ട്സാ ഫോർ ലാസ്റ്റ് 10-12 years. അപ്പൊ അവരാണ് പെട്ടെന്ന് എന്നാ ഇത് എന്തും കൂടി ഫോർവേഡ് ചെയ്തുകൂടാ എന്ന് ചോദിക്കുന്നത്. അപ്പൊ അവര് പറഞ്ഞിട്ടാണ് ഞാൻ കാണാൻ പോകുന്നത്. അപ്പം മേമ പറഞ്ഞിട്ടാണ് ഞാൻ കാണാൻ പോകുന്നത്. കാണാൻ പോകുമ്പോൾ ഞാൻ അങ്ങനെ ഓക്കെ മേമ പറഞ്ഞിട്ട് നമ്മളത് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ എനിക്ക് വലിയ പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ ഐ ഫെൽറ്റ് ദാറ്റ് എനിക്കിത് വർക്കാവുന്നുള്ളൊരു ഇൻറ്റ്യൂഷൻ തോന്നി. ഞാനിങ്ങനെ ഒരു വൈബും ഇൻറ്റ്യൂഷനിലാണ്. ഗോപിക കുറച്ചുകൂടെ അനലിറ്റിക്കലാണ്, അവള് ഭയങ്കര കൺവിൻസ്ഡ് ആണ്, അവള് ഭയങ്കര ലോജിക്കലാ. എനിക്കൊരു തോന്നലാ, എൻ്റെ ലൈഫേ അങ്ങനെയാണ്, ഞാൻ ഭയങ്കര ഈസി ഗോയിങ് ആണ്, ഒരു വിശ്വാസമാണ് ഇത് വർക്കാവും. അങ്ങനെയാണ് ഞാൻ പോകുന്നത്. അവൾക്ക് ഭയങ്കര ആങ്സൈറ്റിയും ഒരുപാട് ചിന്തകളും അതിന് കുറെ ഉത്തരങ്ങളും കുറെ ചോദ്യങ്ങളും. അപ്പൊ രണ്ടുപേരും 2 സ്വഭാവത്തിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗോപിക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. കുറെ കഴിഞ്ഞിട്ട് ഈ സംശയം മാറുന്നില്ല അതുകൊണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് അല്ലെങ്കിലേ ലൈഫിൽ ഒരുപാട് പരിപാടികളുണ്ട്. ഈ പറഞ്ഞ പോലെ ഞാൻ ലൈഫ് ഹാപ്പിയായി അടിച്ചു പൊളിച്ച് ഇങ്ങനെ നടക്കുന്ന. അപ്പൊ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരാൾ വേണ്ടാന്ന് തോന്നിയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഗോപിക്ക് ഭയങ്കര ക്ലിയർ ആയി ഇത് വേണമെന്ന്. അപ്പൊ അതോടുകൂടി ഞാൻ കൺഫ്യൂസ്ഡ് ആയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് വേണ്ടാന്ന് വെച്ച് പോകുന്ന ഒരു വ്യക്തിയല്ലേ. അപ്പൊ പിന്നെ ഞാൻ കൺഫ്യൂഷൻ ആവുമല്ലോ. പിന്നെ എനിക്ക് ആദ്യം ഞാനൊരു വൈബിലും ഒരു ഇൻറ്റ്യൂഷനിലും പോയ ആളാണ്. രണ്ടാമത്തെ തവണ എന്നെ പിന്നെ കൺവിൻസ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഞാൻ വേണ്ടാന്ന് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ എന്റെ പ്രാക്ടിക്കൽ ലോജിക്കിനെ എനിക്ക് കൺവിൻസ്ഡ് ആവാം. അതിന് അവൾക്ക് ടൈം എടുത്തു.
ഓക്കെ ഓക്കെ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഓക്കെ ആയതിനു ശേഷം പിന്നെ കുറച്ചു കാലം അങ്ങനെ പോയി. ഇതൊക്കെ ഈ തിരക്കിലൊന്നും നിങ്ങളോട് പറയാൻ പറ്റിയില്ല. ഇവരുടെ കൺഫ്യൂഷൻ തീരാൻ തന്നെ ഒരു കുറച്ചധികം ടൈം എടുത്തല്ലേ? ഇറ്റ് ഹാഡ് ഇറ്റ്സ് ഓൺ ടൈം. അപ്പൊ ഒരു മൊമെന്റ് അല്ല, 2 മൊമെന്റിലായിരുന്നു. ആദ്യം കണ്ടപ്പോ തോന്നിയിരുന്നു, പിന്നെ വേണ്ടാന്ന് തോന്നിയിരുന്നു, പിന്നെ വീണ്ടും എനിക്ക് തോന്നി ഓക്കെ, അവൾ എന്നെ അത്രയും കൺവിൻസ് ചെയ്യിപ്പിച്ചപ്പോ ഐ ഫെൽറ്റ് ഫൈൻ. അല്ല, ആദ്യം ഗോപി ചേച്ചിക്കാണല്ലോ ഒരുപാട് ക്ലിയർ ചെയ്യാൻ ഭയങ്കര കൺഫ്യൂഷൻസ് ഒക്കെ. അപ്പൊ അപ്പം ക്ലിയർ ആയി എന്ന് പറയാൻ കാരണം ജിപി ചേട്ടൻ അതിനെല്ലാം നല്ലോണം റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടാവില്ല, ക്ലിയർ ആൻസർ കൊടുത്തിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട്. ഗോപിക പിന്നീട് എന്നോട് പറഞ്ഞ റീസൺ എന്താ വെച്ചാൽ, ഗോപികയും ഭയങ്കര ഫാനായിരുന്നു, ജിപിയുടെ ഫാനായിരുന്നു. അത് ഒരിക്കലും ലൈഫിൽ ഇൻഫ്ലുവൻസ്ഡ് ആവരുത്. അപ്പൊ അവൾക്ക് തോന്നുന്നതൊക്കെ ഈ D4 ഡാൻസിന്റെ ഇൻഫ്ലുവൻസും GP ഫാൻ ആയതുകൊണ്ടാണോ ഞാൻ ഇൻഫ്ലുവൻസ്ഡ് ആയി പോകുന്നുണ്ടോ, അതല്ലല്ലോ ലൈഫ്. ഷീ ഈസ് വെരി പ്രാക്ടിക്കൽ, ഭയങ്കര സെൻസിബിൾ ആയിട്ടുള്ള കുട്ടിയാ. അപ്പൊ എന്താ വെച്ചാൽ അതൊരിക്കലും ഇൻഫ്ലുവൻസ്ഡ് ആവരുത്, അതുകൊണ്ടാണോ, പിന്നെ ഈ കാണുന്ന ആള് തന്നെയാണോ, അങ്ങനെ കുറെ സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഷീ വാസ് വെരി, അവൾ എന്ത് ലൈഫിൽ ചെയ്യുമ്പോഴും ഒരുപാട് ചിന്തിച്ച് ഒരുപാട് പേടിയോടുകൂടി എന്തും ചെയ്യാം. അത് ലൈഫിൽ എന്തും അങ്ങനെയാ. സാന്ത്വനം ചെയ്യുകയാണെങ്കിലും ഒരു വീട് മാറുകയാണെങ്കിലും ഒരു പുതിയ എന്ത് ചേഞ്ചും ഭയങ്കര ഫ്രിക്ഷനാ. ഞാൻ അങ്ങനെ വെള്ളം പോലെയാ, അങ്ങനെ കാറ്റത്തിട്ട പോലെ എന്ന് പറഞ്ഞു പോകും. അപ്പൊ എനിക്ക് പെട്ടെന്നാണ് എന്റെ ഡിസിഷൻസ്, അങ്ങനെ ഒരുപാട് ടൈം കൊടുക്കില്ല. അപ്പൊ അവളുടെ കൺഫ്യൂഷൻ എങ്ങനെയാ കണ്ടു ഒരു ദിവസം കൊണ്ട് തന്നെ. എന്റെ ഒരു തോന്നലാണ്, ഇപ്പൊ ഞാൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഐ തോട്ട് ദിസ് വിൽ വർക്ക്. കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ തോന്നലാണ്, ഐ തോട്ട് ദിസ് വോണ്ട് വർക്ക്. അപ്പൊ ഇതൊക്കെ അങ്ങനെയാണ്. പിന്നെ എന്നെ അതാണ് പറഞ്ഞത്, പിന്നെ എന്നെ കൺവിൻസ് ചെയ്യണം. ആദ്യത്തെ ഇൻറ്റ്യൂഷൻ ഓക്കെ, പിന്നെ അപ്പൊ ആ കൺഫ്യൂഷൻസിലൂടെ ഒക്കെ കടന്നുപോയി. ഇപ്പം വീട്ടിൽ നിന്ന് ഒരുപാട് പ്രഷർ ഉണ്ട്, ഇപ്പൊ മേമ പറഞ്ഞിട്ടാണ് പോയി കണ്ടേന്നൊക്കെ. ബാലതാരമായിട്ടാണ് ഗോപിക അനിൽ അഭിനയ ലോകത്തേക്ക് എത്തിയത്. മോഹൻലാലിന്റെയും ദിലീപിന്റെയും മക്കളായി ഗോപികയും സഹോദരിയും സജീവമായ ഒരു കാലമുണ്ടായിരുന്നു. വളർന്നപ്പോൾ സീരിയലുകളിലേക്ക് ചുവട് മാറ്റി. കബനി പോലുള്ള സീരിയലുകളിൽ അഭിനയിച്ചുവെങ്കിലും താരമാക്കിയത് സാന്ത്വനം തന്നെയാണ്. ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്തിരുന്ന സാന്ത്വനം സീരിയലിലെ അഞ്ജലി എന്ന കഥാപാത്രത്തിലൂടെയാണ് ഗോപിക പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയത്. സീരിയലും കഥാപാത്രവും വൻ ഹിറ്റായി മാറി. സീരിയൽ അവസാനിച്ചതും ഗോപികയുടെ കല്യാണം കഴിഞ്ഞതും 2 ദിവസത്തിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ്. എന്നാൽ ഗോവിന്ദ് പത്മസുരയുമായുള്ള വിവാഹത്തിന് ശേഷം ഗോപിക അനിൽ പൂർണ്ണമായും മാറി. വിവാഹശേഷം കരിയർ മുന്നോട്ട് കൊണ്ടുപോകും, അത് ഗോപികയുടെ പ്രൊഫഷനാണെന്ന് GPയും പറഞ്ഞിരുന്നു. ഒരേ ഇൻഡസ്ട്രിയിലെ ആളുകളായത് കാരണം അക്കാര്യത്തിൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതല്ല വിഷയം. വിവാഹത്തിന് ശേഷം ഗോപിക സീരിയൽ ലോകത്തോട് തന്നെ വിട പറഞ്ഞു. സാന്ത്വനത്തിന് ശേഷം മറ്റ് സീരിയലുകൾ ഒന്നും തന്നെ നടി ഏറ്റെടുത്തില്ല. വിവാഹത്തിന് ശേഷം അച്ചു സുഗന്ധ് സംവിധാനം ചെയ്ത പെണ്ണിനെ ഇഷ്ടമായി എന്ന ഹസ്രചിത്രം പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഗോപിക പ്രാധാന്യവും പ്രയോറിറ്റിയും നൽകുന്നത് സിനിമയ്ക്ക് തന്നെയാണ്. ബിഗ് സ്ക്രീനിൽ കൂടുതൽ ശ്രദ്ധിക്കാനാണ് ഗോപികയുടെ തീരുമാനം. അതിന്റെ തുടക്കമാണ് സുമതി വളവ് എന്ന ചിത്രം. സിനിമയുടെ പ്രൊമോഷൻ എല്ലാം ഇപ്പോൾ ഗോപികയുടെ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് കാണാനും കഴിയും.